എൻ്റെ വീടിൻ്റെ സൈഡും പരിസരമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ക്ലീനിങ് ആണ്. വീടെന്നും വൃത്തിയായിരിക്കാനുള്ള കുഞ്ഞ് ടിപ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എനിക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ നല്ലൊരു തകൃതിയായിട്ടുള്ള ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കണം. വീടെന്നും ക്ലീനായിട്ടും വൃത്തിയായിട്ടും ഇരിക്കാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡെയിലി വീട് ക്ലീനാക്കി വെക്കാൻ, എന്നും ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് പറ്റാവുന്ന രീതിയിൽ എന്നും വൈകുന്നേരം അടിച്ചു വാരി വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ അടിച്ചു വാരി തന്നെ വേണം. പിന്നെ മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചവറൊന്നും വീഴില്ല. പക്ഷെ നമ്മുടെ അങ്ങനെ ആ പരിസരത്ത് മരങ്ങളൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ മരത്തിൻ്റെ ഇലയൊക്കെ നല്ലോണം വീണിട്ടേ അതിൻ്റെ ചവറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ വരക്കുട്ടി കൂടെയുണ്ട്. അതിൻ്റെ കൂടെ കൊതുകുണ്ട്. വൈകുന്നേരമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കൊതുകുണ്ട്. പിന്നെ ചെടി നനയ്ക്കാനുള്ള ഓസൊക്കെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത്, പിന്നെ ഈ പുല്ലൊക്കെ ഞാൻ എപ്പോഴും പറിക്കാറുണ്ട്. ഇപ്പോൾ പറിച്ചിട്ടില്ല. ഒരുവിധം ഞാൻ കുറച്ച് പുല്ലുകൾ വലുതാകുമ്പോൾ ഞാൻ അതൊക്കെ പറിച്ചെടുത്ത് ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കത്തിക്കുക തന്നെയാണ്. അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ കത്തിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതൊക്കെ ചെയ്യാവേ. ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരോടും ഞാൻ ലൈക്കൊക്കെ തരുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ലൈക്കും തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണേ. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കണം. പക്ഷേ വീഡിയോ അങ്ങനെ ആരും മുഴുവനായിട്ടൊന്നും കാണുന്നില്ല. ലൈക്ക് ചെയ്തും കൊണ്ട് പോണതുണ്ട്. അപ്പോൾ ഞാൻ ലൈക്ക് തരുന്നവരനെ അല്ല പറയണത്, ഈ ലൈക്കൊന്നും ചെയ്യാതെ വീഡിയോ ഒന്നും മുഴുവനായി കാണാത്തവരെന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടിച്ചു വാരി ഫ്രണ്ടെല്ലാം കഴിഞ്ഞിട്ട് സൈഡെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്തല്ലാതെ റോഡും ഞാൻ എന്നും റോഡിൻ്റെ ഈ സൈഡില്ലേ, നമ്മുടെ വീടിൻ്റെ സൈഡ് ഞാൻ എപ്പോഴും അടിച്ചു വാരി കത്തിക്കാറുണ്ട്. അപ്പോൾ അതെ അതൊന്ന് ഒതുക്കി അടിച്ചു വാരിയാണ്. വരിക്കുട്ടി പിന്നെ കൂടെ തന്നെയുണ്ട്. ഞാൻ പുറത്തൊക്കെ അടിച്ചു വാരുന്ന കണ്ടപ്പോൾ ആശയും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആശയും വരിക്കുട്ടിയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വരിക്കുട്ടി കത്തിക്കാൻ വേണ്ടി തിരക്കിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൊതുകും ഉറുമ്പും അവിടെ ആ മരത്തിൽ പുളിയുറുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ ഇങ്ങനെ ചൊറിയാണ്. എല്ലാവരുടെയും പുകച്ച് പുറത്ത് ചാടിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഞാനിങ്ങനെ തീയിട്ട് പുകയിടുമ്പോൾ എല്ലാവരും എന്താ പുക എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പുറത്ത് സുമിത്രമ്മയും എന്താ പുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കുറച്ച് നേരം എന്നോട് സംസാരിച്ച് നിന്നിട്ടൊക്കെയാണ് പോയത്. അപ്പുറത്തും പിന്നെ ഇന്ദു അമ്മും കൂടെ പുറത്ത് പോകണം. അപ്പോൾ ഇവർ പുറത്ത് പോകുമ്പോൾ ഞാൻ ചൂലും കൊണ്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരമാണ്. അപ്പോൾ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നാണ്. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ രാവിലെ മുറ്റമടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പുറത്തിറങ്ങുക, വൈകുന്നേരം ചിലപ്പോൾ ഞാൻ മുറ്റമടിക്കുമ്പോഴായിരിക്കും അവർ പുറത്തിറങ്ങുക. അപ്പോൾ ഞാനിങ്ങനെ മാറി നിൽക്കുമ്പോൾ മെമ്മറി അങ്ങനെയൊന്നും പ്രശ്നമില്ല. ചിലവർക്ക് അങ്ങനെ കണ്ടിട്ട് പോകണമെന്നുള്ള പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷേ മേമയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ഇന്ദു ആണെങ്കിലും അമ്മു ആണെങ്കിലും രണ്ടാൾക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിള്ളേർ പോയതിന് ശേഷം ഞാനിങ്ങനെ മേമടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം. വരിക്കുട്ടി അതെല്ലാം കത്തിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ ഇലകൾ മാത്രമേ, ഈ മരത്തിൻ്റെ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് സുമിത്രമ്മേൻ്റെ തന്നെയാണ് ഒരു വാഗമരമുണ്ട്. അതിൽ കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. അത് അടിച്ചാലും പോണില്ല. എൻ്റെ അമ്മോ, എന്തോ ഈ വേനൽക്കാലം ആയതുകൊണ്ട് അടിച്ചൊരു വിധം ഞാൻ വൃത്തിയാക്കും. പക്ഷെ മഴക്കാലത്തെങ്ങാനും ആണെങ്കിൽ പെട്ടുപോയേനെ. കാരണം അത് അടിക്കുമ്പോൾ വരുന്നില്ല. അടിച്ചു വരുമ്പോഴേ തറവാട്ടിലും ഇതുപോലെ അടിച്ചു വരുന്ന സമയത്ത് ആദ്യം ഈ വേപ്പിൻ്റെ ഇലയായിരുന്നു. അത് അടിച്ചു വരുമ്പോൾ പോവുകയില്ല. മഴക്കാലത്ത് ഇങ്ങനെ അടിച്ച് മതിയായിട്ടുണ്ട്. പിന്നെ ഇപ്പം ആ വേപ്പൊക്കെ മുറിച്ചു കൂട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ വൈകുന്നേരം രാത്രിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമല്ലോ. ക്ലീനിങ് മാത്രം നോക്കിയിരുന്നത് കൊണ്ടായില്ല. ഞാൻ ഉള്ളടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റം അടിക്കാനും സൈഡ് അടിക്കാനും വൃത്തിയാക്കാനൊക്കെ പോയത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് രാത്രിക്ക് കൈപ്പയ്ക്കുപ്പേരി ഉണ്ടാക്കണം. പിന്നെ കുഞ്ഞാറ്റ ഇന്ന് കുറച്ച് വരാൻ വൈകിട്ടുണ്ടായിരുന്നു, ക്യാമ്പാണെന്ന് പറഞ്ഞിട്ടേ. അപ്പം പോയി വരുന്നേ ഉള്ളൂ. കുട്ടീനെ കാത്ത് കുറച്ച് നേരമൊക്കെ നിന്നു. കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചാച്ചൻ്റെ കടയിൽ നിന്ന് വന്നിട്ട് ചാച്ചൻ ഇങ്ങനെ ഫോൺ ചെയ്തു, കടയിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അപ്പോഴാണ് ഒരു സമാധാനമായത്. ലൈൻ ബസ്സിന് ആദ്യമായിട്ട് വരികയാണേ. പിന്നെ നമുക്ക് കുറച്ച് ടൈമൊക്കെ കൂടുതൽ കിട്ടാനും അടുക്കള പണികൾ പെട്ടെന്ന് തീർക്കാനും ആയിട്ടൊക്കെയാന്ന് പറയുമ്പോൾ
ഒരു ദിവസം ഞായറാഴ്ചയാണെങ്കിൽ ഒരു വീക്കെൻഡിൽ നമ്മൾ വെജിറ്റബിൾസ് നമുക്ക് ഓരോ ദിവസം വെക്കാനുള്ള ഉപ്പേരിക്കുള്ളതും ക്യാരറ്റും ബീൻസും അങ്ങനെയുള്ള എല്ലാതും നമ്മൾ കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് എടുത്തും കൊണ്ട് ഉപ്പേരി വെക്കുകയല്ലേ വേണ്ടു. അപ്പോൾ കുറച്ച് സമയം കിട്ടും. പിന്നെ നമ്മൾ രാവിലെ എന്നും 6 മണിക്കാണ് എണീക്കണമെങ്കിൽ അതിൻ്റെ കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നായിട്ട് എണീക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണികൾ ചെയ്തു തീർക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ സമയങ്ങൾ ലാഭിക്കാൻ പറ്റും. ഇത് നമ്മൾ 6 മണിക്ക് എണീക്കണം, നമ്മൾ 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പണിയും നടക്കില്ല. രാവിലെ തിരക്ക് പിടിക്കലായിരിക്കും. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടാനുണ്ടാവും, ടിഫിൻ കഴിക്കാൻ കൊടുക്കാനുണ്ടാവും, ആകെ തിരക്കായിരിക്കും. പിന്നെ നമ്മൾ നാളെ എന്താണ് കുക്ക് ചെയ്യണമെന്നുള്ളത്, കറിയാണെങ്കിലും ഇല്ല ടിഫിനാണ് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതും അത് നമ്മൾ ഒരു ദിവസം മുന്നേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. കാരണം നമുക്ക് പ്ലാൻ ഉണ്ട്, ഈ നാളെ ഇന്ന കറി ഉണ്ടാക്കുക, നാളെ ഇന്ന, അതായത് കടലക്കറി ആണെങ്കിൽ നമുക്ക് നാളെ ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്നാവും. ഇത് നമുക്ക് ഒരു പ്ലാനില്ലാതെ പെട്ടെന്ന് അടുക്കളയിൽ പോയി അയ്യോ എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനാകുമ്പോൾ നമ്മുടെ പണികളൊന്നും തീരില്ല. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്പ്പയ്ക്ക ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. കയ്പ്പയ്ക്ക ഉപ്പേരി ആരും കഴിക്കില്ല, പക്ഷേ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. വാങ്ങിയത് ഉപ്പേരി വയ്ക്കുക തന്നെ ചെയ്യണമല്ലോ. എനിക്കിഷ്ടമൊന്നുമല്ല, പക്ഷേ ഉപ്പേരി വയ്ക്കുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, നമുക്ക് കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കഴിക്കും. ഉപ്പേരി വെച്ചത് ഏട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റിയും കഴിച്ചിട്ടുണ്ടായിരുന്നു, വരക്കുട്ടി കഴിച്ചില്ല. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തലേന്നത്തെ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബീഫ് കറിയും കൂടെ ചൂടാക്കി എടുത്തപ്പോൾ അതും എല്ലാം കൂടെ ആയിട്ട് പോയി. പിന്നെ തേങ്ങ ചിരവുക, തേങ്ങ പൊട്ടിക്കണതാണ്. അപ്പോൾ തേങ്ങ ചിരവുകയാണെങ്കിൽ നമുക്ക് 1-2 തേങ്ങ ചിരവി അത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതും സമയം ലാഭമാണ്. ഒരു ദിവസം എന്തായാലും നമ്മൾ ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ടല്ലോ, വെജിറ്റബിൾ കട്ട് ചെയ്യാനും ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ തേങ്ങയും കൂടി ചിരവി നമുക്ക് ഫ്രീസറിൽ ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് എടുത്താൽ മതി. അപ്പോൾ അപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ കറിയാക്കാൻ പറ്റും. ഞാൻ തേങ്ങ ചിരവാതെയാണ് ഒരു ബോക്സിൽ വയ്ക്കണം. ഞാൻ കറി വയ്ക്കണത് ഞാണെങ്കിൽ തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് അരയ്ക്കുകയാണ് ചെയ്യാറ്. മിക്സിക്ക് കംപ്ലൈൻറ്റ് വരുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെയൊന്നും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അതായത് കുഞ്ഞു കഷ്ണമാക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ തേങ്ങ ചിരവണ പണിയിൽ ലാഭം കിട്ടും. ഉപ്പേരിക്കാകുമ്പോൾ പിന്നെ പറ്റില്ലല്ലോ, തേങ്ങ ചിരവി തന്നെ ഇടണം. അപ്പോൾ തേങ്ങ ചിരവിയിട്ട് തന്നെ ഇടുക. അതിപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്താണ്. ഇത് കുഞ്ഞു ടിപ്സാണല്ലോ. അപ്പോൾ തേങ്ങ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ തേങ്ങ പൂണ്ടിട്ട് ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ തേങ്ങ നന്നായി അരഞ്ഞു കിട്ടുകയും ചെയ്യും. മിക്സിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. നമുക്ക് തേങ്ങ ചിരവാനുള്ള സമയവും ലാഭമാണ്. പിന്നെ കയ്പ്പയ്ക്ക ഉപ്പേരി വെച്ച് കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ അതൊന്ന് കഴുകിയിട്ട് വന്നിട്ട് അതിൽ തന്നെയാണ് ഞാൻ നമ്മുടെ തലേന്ന് ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റ്, നല്ല വരട്ടിയെടുത്തത്, ബീഫ് റോസ്റ്റ് അല്ല, ബീഫ് നന്നായി വെള്ളമില്ലാതെ വരട്ടിയെടുത്തതാണ്. അതൊന്ന് തലേന്നത്തെ ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചൂടാക്കി എടുത്തിട്ടാണ് ഇന്നത്തെ ഡിന്നർ നമുക്ക് അടിപൊളിയാക്കാൻ പോണത്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണമെന്ന് കാണിക്കണില്ല. പിന്നെ അപ്പോഴേക്കും കുഞ്ഞാറ്റ പോയിട്ട് ചെറുതിനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതിങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി കളിക്കുകയാണ്. പിന്നെ വലിയച്ഛനും കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ച്. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. ഈ വലിയച്ഛ ഇങ്ങനെ കുട്ടീനെ പേടിപ്പിക്കുകയാണേ. പിന്നെ ഏട്ടന്മാർ എന്ത് ചെയ്താലും ആൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഏട്ടന്മാരിങ്ങനെ തല്ലൂടലും എടുത്തോണ്ട് നടക്കലും എല്ലാ ഏട്ടന്മാരും ഉണ്ടല്ലോ. പിന്നെ വലിയച്ഛന്മാരും ഉണ്ടല്ലോ. കുട്ടിക്ക് വലിയച്ഛന്മാർ 3 എണ്ണം ഉണ്ട്, ഏട്ടന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ടാറ്റ ബൈ ബൈ, സീ യു.